നമസ്കാരം. ഇന്നത്തെ റെസിപ്പി ഒരു പാലട പായസമാണ്. വെൽക്കം ടു ദ വീഡിയോ. പാലട പായസത്തിലേക്ക് ആവശ്യമായിട്ട് ഞാൻ 4 പാക്കറ്റ് കട്ടിപ്പാലാണ് മിൽമയുടെ എടുത്തിട്ടുള്ളത്. 1/2 കിലോ പാലട മിക്സാണ് എടുത്തിരിക്കുന്നത്. എനിക്ക് 2 ലിറ്റർ പാലാണ് എടുത്തിരിക്കുന്നത്. ഇത് ഇനി ഒരു പാത്രത്തിലേക്ക് പൊട്ടിച്ചു വയ്ക്കാം. ഗ്യാസ് കത്തിച്ചിട്ട് 4 പാക്കറ്റ് പാല് പൊട്ടിച്ചു വെച്ചിട്ടുണ്ട്. ഇത് നന്നായിട്ട് കുറുക്കിയെടുക്കണം. ഒരു അരമണിക്കൂറെങ്കിലും വെച്ച് സിമ്മിൽ വെച്ച് നന്നായിട്ട് ഇളക്കി കുറുക്കി ഒരു പിങ്ക് കളറാവുന്നത് വരെ പാല് വറ്റിച്ചെടുക്കണം. പാല് തിളച്ച് വരട്ടെ, അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. പാലടയുടെ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ പാല് എത്രത്തോളം കുറുകുന്നുവോ അത്രയും ടേസ്റ്റാണ് പാലടയ്ക്ക്. അതുകൊണ്ട് പാല് നന്നായിട്ട് കുറുക്കിയെടുക്കണം. പാല് അടുക്കി പിടിക്കാതെ തുടരെ ഇളക്കിക്കൊണ്ടേയിരിക്കണം. ഒരു പാലിൻ്റെ കളറ് ഒരു പിങ്ക് കളറാവുന്നത് വരെ നമ്മളിങ്ങനെ ഇളക്കി പാല് വറ്റി പിങ്ക് കളറാവുമ്പോഴാണ് പാലട മിക്സ് ആഡ് ചെയ്യേണ്ടത്. ഞാൻ അരമണിക്കൂർ കുറുക്കി വറ്റിച്ചെടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് പാലട മിക്സ് ചേർത്ത് കൊടുക്കാം. പാലട മിക്സ് ഒരു 20 മിനിറ്റ് ഇതിൽ വേവിച്ചെടുക്കണം. പാലട മിക്സ് ഇട്ട് നന്നായിട്ട് ഇളക്കി 20 മിനിറ്റ് വേവിച്ചെടുക്കും. പാലടയൊക്കെ ഒന്ന് നന്നായി വേവണം. അപ്പോൾ ഒരു 20 മിനിറ്റ് നന്നായിട്ട് ഇളക്കി കൊടുക്കും. പാലട പായസം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് 1 സ്പൂൺ നെയ്യ് ആഡ് ചെയ്ത് കൊടുക്കാം. 20 മിനിറ്റ് അട വേവിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് ആഡ് ചെയ്ത് കൊടുക്കുക. ഈ പാലട ഈ കൺസിസ്റ്റൻസിയിൽ ഈ ഒരു പരുവത്തിലായിട്ടുണ്ട്. കണ്ടോ? ഇനി നമുക്ക് പായസം ഓഫ് ചെയ്യാം. ഗ്യാസ് ഓഫ് ചെയ്തിട്ട് പായസം റെഡി. ഇനി കുറച്ച് ചൂടാറട്ടെ. ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് സെർവ് ചെയ്യാം. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമൻറ്റായി രേഖപ്പെടുത്തുക. താങ്ക്സ് ഫോർ വാച്ചിങ്.